ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നത്തെ വിശേഷവും പ്രേമവും കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് പറഞ്ഞ് ബോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. നവ്യയുടെ അഹങ്കാരം ഓരോ ദിവസം ചെല്ലും തോറും കൂടി വരുന്നതല്ലാതെ സത്യമായിട്ടും കുറഞ്ഞു വരുന്നില്ല കേട്ടോ. നവ്യയുടെ അഹങ്കാരത്തിന് തെല്ലും മാറ്റമില്ല. നവ്യ ഓർത്തിരിക്കുന്നത് നമ്മുടെ ആദർശാണ് വലിയ തെറ്റുകാരന്, നമ്മുടെ ആദർശാണ് അഭിഹിതത്തില് കുഞ്ഞിനെ ഉണ്ടാക്കിയതെന്നൊക്കെയാണ്. ഈ സത്യങ്ങളൊക്കെ നവ്യ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോവുക, പെരുമാറാൻ പോവുക? നയനെ പോലെയൊന്നുമല്ല, നവ്യ അതിനപ്പുറം ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം നമ്മുടെ നയനെ പറയാതെ പിടിച്ച് വെച്ചിരിക്കുന്നത്. അവരുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി തന്നെയാണ്, തൻ്റെ ചേച്ചിയുടെ ജീവിതം. അപ്പം അങ്ങനെ നമ്മുടെ ചന്തുമോളെ അതും ഇതുമൊക്കെ പറഞ്ഞു, എൻ്റെ മോനിനി കളിക്കൂട്ടുകാരിയായിട്ട് ഇവളെ വേണ്ട, ഇവളെ അല്ലെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമില്ല, അവിഹിതത്തിലുണ്ടായി ഇവളെ എനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോയിട്ടോ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാനകീനെയാണ്. അപ്പം ജാനകി ഹോളിലേക്ക് വന്നപ്പോഴത്തേക്കും നവ്യയുടെ കുട്ടിയെ പോയി, അതായത് നമ്മുടെ അനന്തപത്മനാഭനെ പോയി നയനെ എടുത്തോണ്ട് വരികയാണ്. അപ്പൊ നയനെ എടുത്തോണ്ട് വന്നിട്ട് മോനെ ചക്കരയെ പൊന്നാരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊഞ്ചിച്ചോണ്ട് ഇങ്ങനെ നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ നയനയ്ക്ക് അനന്തപത്മനാഭനോട് പ്രത്യേക വെറുപ്പോ ദേഷ്യമൊന്നുമില്ല. ആ കുട്ടീനെ കാര്യം തന്നെയാണ്, ചന്തുമോളെ പോലെ തന്നെയാണ്. പക്ഷെ നവ്യക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പൊ എടുത്തോണ്ട് ഇങ്ങനെ വന്ന് കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ജാനകി വന്നിട്ടോ, ഓഹോ അപ്പൊ ഈ കുട്ടീനെ എടുക്കാനും കൊഞ്ചിക്കാനൊക്കെ നിനക്ക് അറിയാല്ലേ എന്ന്. അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചത് ഇളയമ്മ? അല്ല, ഈ കുട്ടീനെ നീ എടുക്കുകയോ കൊഞ്ചിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല ഇപ്പൊ ആദർശനൊരു കൊച്ചുണ്ടല്ലോ, അതും കൊണ്ട് ഇനിയിപ്പം നിനക്ക് കൊച്ചുണ്ടായില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ചില പെണ്ണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം പോകും, അതുപോലെ അവരുടെ സുഖവും ഒക്കെ, അവരുടെ ആ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ മാറി വേറൊരു രീതിയിലായി പോകുമെന്നൊക്കെ. അതുകൊണ്ടായിരിക്കും നീ മനഃപൂർവ്വവും പ്രസവിക്കാതിരിക്കുന്നതല്ലേ? എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ നീ പ്രസവിക്കാതിരിക്കുന്നത്. നീ ഇങ്ങനെ ഇരുന്നോടി, കണ്ട കുഞ്ഞുങ്ങളെയും ലാളിച്ച് താലോലിച്ച് നീ ഇങ്ങനെ ഇരുന്നാ മതി. നിനക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതെ ഇളയമ്മ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ. എനിക്ക് പ്രസവിക്കണമെന്ന് തോന്നിയാൽ എനിക്ക് പ്രസവിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിലും ഏതൊരു പെണ്ണിന്റെ ആഗ്രഹം തന്നെയാ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, അതിനെ 10 മാസം ചുമക്കുക എന്നൊക്കെ പറയുന്നത്. ആ ആഗ്രഹമൊക്കെ എനിക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അതിനെ ചൊല്ലി വഴക്കൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ ഇതെന്റെ ചേച്ചിയുടെ കൊച്ച, ഈ കുഞ്ഞിന് ഞാൻ എപ്പോൾ എടുക്കണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ ഇളയമ്മയല്ലല്ലോ. ഇളയമ്മ ആദ്യം സ്വന്തം കണ്ണിലെ കരടെടുക്കാൻ നോക്കാൻ പറഞ്ഞപ്പം എന്റെ കണ്ണിലെ കരടെടുക്കാനോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇളയമ്മയ്ക്ക് മനസ്സിലായില്ലേ? ആദ്യം സ്വന്തം മകന്റെ ജീവിതം നേരെയാക്കാൻ. ഓഹോ, നീ ഹനിയുടെ ജീവിതം നേരെയാക്കാൻ എന്നെ പഠിപ്പിക്കേണ്ട. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിന്റെയൊക്കെ അനിയത്തിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന്. ആ വിചാരവേ ഇനി വേണ്ട. അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മാത്രമല്ല എൻ്റെ അനാമിക മോൾക്ക് എന്താടി കുഴപ്പമിരിക്കുന്നത്? ഓ, അനാമിക മോൾക്ക് ഒരു കുഴപ്പമില്ല. അനാമിക മോൾക്ക് കൂടുതൽ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടേ ഇളയമ്മയോട് ഞാൻ സംസാരിച്ച് ചുമ്മാ ഇത് തർക്കിച്ചു വിഷയം വഷളാക്കുന്നില്ല. ഇനിയിപ്പം ഇളയമ്മ ചെല്ല്, ഇപ്പം അനാമിക വീട്ടിൽ പോയി പിണങ്ങി നിൽക്കല്ലേ, കൂട്ടിക്കൊണ്ട് വന്ന് സ്വീകരിക്ക്. അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക? എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പിന്നെ പറഞ്ഞത് എൻ്റെ ജീവിത പ്രശ്നം അത് ഞാൻ നേരിട്ടോളാം. പിന്നെ നിങ്ങളുടെ മകന്റെ ജീവിത പ്രശ്നം അത് നിങ്ങൾ നേരിട്. അതല്ലേ വേണ്ടത്. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ കൈകടത്തുകയൊന്നും ഇവിടെ ആർക്കും ഞാൻ അനുവാദം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ നയനെ അങ്ങ് പോയി. അപ്പോഴത്തേക്കാണെങ്കിൽ ജാനകി, അവക്കിപ്പോ ഒരു നാക്ക്. നേരത്തെ പതുങ്ങി പൂച്ചക്കുഞ്ഞിനെ പോലെ നടന്നവളായിരുന്നു, ഇപ്പം ആദർശ് അങ്ങോട്ട് തലയെ കയറ്റി വെച്ചില്ലേ. എങ്ങനെ വെക്കാതിരിക്കും? ആദർശ് ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കുമല്ലേ അവള്. അപ്പൊ പിന്നെ എങ്ങനെ ക്ഷമിക്കാതിരിക്കും? അവളിപ്പോ ഇവിടുത്തെ വലിയ ആളാണല്ലോ, അവള് വലിയ ഡിസൈനർ. അവളില്ലെങ്കിൽ മൂർത്തീസ് ജ്വല്ലറി മുന്നോട്ട് പോകൂലല്ലോ. അതിന്റെ എല്ലാ അഹങ്കാരവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുറപുറത്തോണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അതിലേ വന്നു. നവ്യ വന്നപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, അല്ല നീ കണ്ടില്ലായിരുന്നോ നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് നിന്റെ അനിയത്തി അതിലേ നടക്കുന്നത്? എന്തിനാ വെറുതെ അവളെ കൈ കൊടുത്തു വിടുന്നത്? എന്നിട്ട് ആ ചന്തുമോളെന്ന് പറയുന്ന ആ പെണ്ണിന്റെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലാനായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ, ആര് അനന്തപത്മനാഭനെ ആരെടുത്തെന്ന്? നയനെ എടുത്തെന്നോ? നയനെ എടുത്തു. അവൾ ഇത്രയും നേരം എടുത്തോണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാന് കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അങ്ങ് പോയിരിക്കുന്നതേ ആ കൊച്ചിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാനായിരിക്കും. അവളുടെ വിചാരം ആ കൊച്ചിന് കളിക്കാനുള്ള കളിപ്പാവയാണ് നിന്റെ കുഞ്ഞെന്ന. അത് നീ മാറ്റി കൊടുക്ക എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യനെ പിരിയിളക്കി വിടുകയാണ് കേട്ടോ. അപ്പൊ നവ്യനെ പിരിയിളക്കി വിട്ടു കഴിഞ്ഞാൽ അറിയാലോ നവ്യ നല്ലത് എന്ന് പറയുന്നു.
ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് കേട്ടോ. അപ്പം ദേവയാനി എവിടെയോ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ ഒരു കാഴ്ച കാണുകയാണ്. വേറൊന്നുമല്ല, അനാമികയും അനാമികയുടെ കാമുകനും കൂടി ഒരു റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലിരുന്ന് ജ്യൂസ് കുടിക്കുന്നു. ഇത് കണ്ടതും നമ്മുടെ ദേവയാനി ഞെട്ടിപ്പോവാണ്. ദേവയാനി കുറച്ചു നേരം വിശ്വസിക്കാനായില്ല. പെട്ടെന്ന് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു മിന്നായം പോലെ കണ്ടു. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് തന്നെ നോക്കി. എന്തിനാണ് നമ്മുടെ അനാമിക ഇപ്പം വീട്ടിൽ പോയി നിൽക്കുന്നത് എന്ന് ദേവയാനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം കാമുകന്റെ കൂടെ ചുറ്റി കറങ്ങാനും ഇതുപോലെ ജ്യൂസ് കുടിച്ചിരിക്കാനും പാർക്കിൽ പോകാനും ബീച്ചിൽ പോകാനൊക്കെ അനന്തപുരി തറവാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ലെന്നറിയാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയതെന്ന് മനസ്സിലായി. നമ്മുടെ ദേവയാനി എന്താണ്, നേരെ ആദർശന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആദർശനോട് ഈ കാര്യങ്ങളൊക്കെ അതേപടി പറഞ്ഞു കൊടുത്തു. ഞാനിന്നൊരു കാഴ്ച കണ്ടു മോനെ, എൻ്റെ ചങ്കു പെടയുന്ന കാഴ്ചയായിരുന്നു അത്. പാവം എൻ്റെ അനിമോന്, അവൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവന്റെ ജീവിതം അവൻ തള്ളി നീക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അവൻ പറയുന്ന ഒന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് ഓർത്തിട്ട് അവൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എല്ലാം കഴിഞ്ഞു പോയില്ലേ. ഇതിനി എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും എനിക്കറിയില്ല. പാവം എൻ്റെ അനിമോൻ. എന്താ ഇപ്പൊ സംഭവിച്ചത്? എന്താണെന്ന് വെച്ചാല് തുറന്നു പറ. എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? ഏയ്, എനിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അനാമിക എന്ന് പറയുന്ന കേമി ഉണ്ടല്ലോ, അവളുടെ കാമുകനൊത്ത് ചുറ്റിക്കറങ്ങാണ്. ഞാനിന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അല്ല, അമ്മ എവിടെ വെച്ച് കണ്ടു? ഞാൻ തിരിച്ചു വരുന്ന വഴി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിന്റെ മുമ്പിലിരുന്ന് അവർ ജ്യൂസ് കുടിക്കുന്നു. എന്തോ ചിരിച്ചും കളിച്ചും പറഞ്ഞും കൊഞ്ചിയും കുഴഞ്ഞും കാണണം. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെന്ന് ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുക്കാൻ തോന്നിയതാ. പക്ഷെ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവുന്നു അറിയാം. ഇനിയിപ്പോൾ എന്താ മോനെ ചെയ്യേണ്ടത്? എൻ്റെ മോൻ്റെ ജീവിതം നശിച്ചെന്നാ തോന്നുന്നത്. അവനെ നിന്നെപ്പോലെ തന്നെ ഞാൻ നോക്കി വളർത്തിയതല്ലേ. അവന്റെ ജീവിതം നശിച്ചെന്ന് അമ്മയ്ക്ക് ഇപ്പോഴേ തോന്നുന്നുള്ളൂ. എനിക്കിത് നേരത്തെ തോന്നിയതാണ്. അവള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല. അനിയിപ്പം നന്ദുവിന്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അവന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബന്ധം തന്നെയാണത്. പക്ഷെ അനാമിക അങ്ങനെയല്ല. അനിയെ പുറകെ നടന്ന് വശീകരിച്ചു വീഴ്ത്തി ലാസ്റ്റ് അവളിപ്പം അനിയെ ഉപേക്ഷിച്ചിട്ട് പോകാനിരിക്കുകയാണ്. പക്ഷേ നന്ദു കയറി വരുമോ എന്ന പേടിയായതുകൊണ്ട് അവൾ പോകാനും താല്പര്യപ്പെടുന്നില്ല. അനന്തപുരി തറവാട്ടിലെ മരുമകൾ എന്ന സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് അവളുടെ അച്ഛനെയും അമ്മയൊക്കെ കുറിച്ച്. നന്ദു പതുക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. മോനെ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഇത് അച്ഛനെ അറിയിച്ചില്ലെങ്കിൽ മുത്തച്ഛനെ അറിയിച്ചു കഴിഞ്ഞാൽ മുത്തച്ഛന് വിഷമാകും. ഏതായാലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം ഒതുക്കി തീർക്കുക ചെയ്യേണ്ടത് എന്നൊക്കെ പറയാണ്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ അഭിയ് നേരെ പോയിരിക്കുന്നത് അനഘയുടെ അടുത്തേക്കാണ് കേട്ടോ. അപ്പൊ അനഘേനെ കൊണ്ടാണല്ലോ ഇപ്പൊ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഈ തലവേദനയെല്ലാം അഭിക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് അനഘയോട് പറയാണ്, നീ ജീവിച്ചിരുന്നിട്ടാടി ഞാനിപ്പോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. നിന്നെ അന്ന് കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ അന്ന് നിന്റെ കുഞ്ഞിനെയും കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു. അന്നേ നിന്നെയും നിന്റെ കുഞ്ഞിനെയും കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ എനിക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. വെട്ടുകിട്ട വാഴ പോലെ കിടക്കുന്നത് കണ്ടില്ലേ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട്. എണീക്കില്ലടി, നീ ഒരിക്കലും ഇവിടെ നിന്ന് എണീക്കാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് എണീറ്റ് ഒരിക്കലും നീ നിന്റെ കുഞ്ഞിനെ കാണാനോ കുഞ്ഞിനെ കൊഞ്ചിക്കാനോ ഒന്നും പോകുന്നില്ല. പിന്നെ നിന്റെ കുഞ്ഞിന് ഭാഗ്യമുണ്ട്. അവളെ ഏറ്റെടുത്തിരിക്കുന്നത് അനന്തപുരി തറവാട്ടിലെ ആദർശാണല്ലോ. ആദർശം നയനയുമാണല്ലോ നിന്റെ കുഞ്ഞിനെ സ്കൂളിൽ അയക്കുന്നതും അവളുടെ ഗാർഡിയനായിട്ട് നിൽക്കുന്നതൊക്കെ. അതുകൊണ്ട് നിന്റെ കുഞ്ഞിന് ഭാഗ്യമുണ്ട്. എന്ത് ചെയ്യാനാ, നിനക്ക് ഭാഗ്യമില്ലാതെ പോയി. നീ ഇവിടെ എണീക്കുന്ന അന്നത്തെ ദിവസം തന്നെ നിന്നെ പെട്ടിയിലാക്കി മണ്ണിന്റെ അടിയിലാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റതാടി. ഞാനതിന് രണ്ടുപേരെ ഇവിടെ നിർത്തിയിട്ടുമുണ്ട്. അധികകാലം നീ ഇവിടെ സൂഹിച്ച് കിടക്കില്ലടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അഭി അവിടുന്ന് പോകുന്നത് കേട്ടോ. ഏതായാലും അഭിയുടെ ആ ക്രൂര മനസ്സ് വ്യക്തമായിട്ട് നമ്മളൊക്കെ കാണാനായിട്ട് സാധിക്കും ആ വാക്കിലൂടെയൊക്കെ കേട്ടോ. അപ്പൊ ഞാനത് നാളെ വിശദീകരിച്ച് പറയാം. ഇപ്പൊ ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് വന്ന് നയനയോട് സംസാരിക്കുകയാണ് അനിയുടെയും അനാമികയുടെയും കാര്യം. അനാമിക അത്രത്തോളം വൃത്തികെട്ടവളാണെന്നും അനാമികയുടെ മനസ്സിൽ നിറയെ വിഷമാണെന്നും അനാമിക ഒരു പെണ്ണിന്റെ അല്ല ഒരു കാമുകന്റെ കൂടെ ഇരുന്ന് ഷോപ്പിലിരുന്ന് ജ്യൂസ് കുടിക്കുന്നത് കണ്ടെന്നും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും അനിയുടെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കിയില്ല എങ്കിൽ അനിയുടെ ജീവിതം തന്നെ തകർന്നു പോകുമെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും നയനയും പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയാ, നീ വിചാരിച്ചെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ആവില്ലായിരുന്നു. അന്നേ ഈ മരം അറുത്തു മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും വളർന്ന് പന്തലിക്കില്ലായിരുന്നു. ഇപ്പൊ അനിയുടെ ജീവിതമാണല്ലോ ഫ്ലോപ്പിലെത്തി നിൽക്കുന്നത്. ഏതായാലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ നയനയും ആദർശമൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പ്രമോ ആയതുകൊണ്ട് ഒത്തിരി നീട്ടിക്കൊളവാക്കുന്നില്ല. നാളെ ഫുൾ വിശേഷവുമായിട്ട് വരാട്ടോ. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷം നമ്മൾ ഇതിന് താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ നോക്കിക്കോളൂ. അടിപൊളി വിശേഷമാണ് കേട്ടോ.
പിന്നെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് വിട്ടിട്ടുണ്ട്, നാളത്തെ കഥയെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.